നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അമ്മേ ശരണം ദേവീ ശരണം. വെള്ളച്ചാൽ ദുർഗാദേവി ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തോടനുബന്ധിച്ച് ദേവിയുടെ ഇഷ്ട വഴിപാടായ സമൂഹ പൊങ്കാല സമർപ്പണം അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കുന്നു. പൊങ്കാല അർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തജനങ്ങൾ എത്രയും വേഗം ക്ഷേത്ര സന്നിധിയിൽ എത്തേണ്ടതാണ്. മുക്ത, എന്താ കൈലാഷ്? പാർവതിയെ സാരി കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും ഹാഫ് സാരി അല്ലേ? സാരിയിൽ അവളെ കാണാൻ നല്ല ഭംഗിയുണ്ടാവും അല്ലേ മുക്ത? അതെ അതെ, നല്ല ഭംഗിയുണ്ടായിരിക്കും. ഇനി ഹാഫ് സാരി വേണ്ട, സാരി മതിയെന്ന് അവളോട് പറഞ്ഞാലോ? നല്ല കുറെ സാരികൾ വാങ്ങിക്കൊടുക്കുകയും ചെയ്യാം. പാവം, അവളുടെ കയ്യിൽ അധികം സാരികൾ ഉണ്ടാവില്ല. പാർവതി അറിയാതെ വാങ്ങിക്കൊടുക്കാം, സർപ്രൈസ് ആയിട്ട്. മുക്ത വരും എൻ്റെ കൂടെ. വൈ നോട്ട്? എപ്പോഴാ പോകണ്ടേന്ന് എന്നോട് പറഞ്ഞാ മതി. പക്ഷേ കൈലാഷ് ഇപ്പൊ അവൾക്ക് സാരി വാങ്ങി കൊടുക്കുന്നത് ശരിയല്ലെന്നായി എന്റെ അഭിപ്രായം. അതെന്താ? ഇത് ടൗൺ അല്ല കൈലാഷ്, ഇത് നാട്ടിൻപുറം. നാട്ടിൻപുറത്തെ രീതികള് വേറെയാ. നീ കല്യാണം കഴിഞ്ഞിട്ടില്ലാത്തൊരു ചെറുപ്പക്കാരനല്ലേ? പാർവതിയുടെ കല്യാണവും കഴിഞ്ഞിട്ടില്ല. ചില നാടുകളിൽ കല്യാണം കഴിഞ്ഞിട്ടില്ലാത്തൊരാണ് കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത പെണ്ണിന് ഡ്രസ്സ് വാങ്ങി കൊടുക്കുന്നത് തെറ്റാ. പുടവ കൊടുക്കല് കഴിഞ്ഞതായിട്ടാ കണക്കാക്കുക. എന്ന് വെച്ചാ അവര് തമ്മിലുള്ള കല്യാണം നടന്നതായിട്ട്. ഈ നാട്ടിലും അങ്ങനെയാണോ? എനിക്കറിയില്ല, ചിലപ്പോ ആയിരിക്കും. അല്ല, ഇതൊരു നാട്ടിൻപുറമല്ലേ? അങ്ങനെയാണെങ്കിൽ കാര്യങ്ങൾ എളുപ്പമല്ലേ? മനസ്സിലായില്ല. നാട്ടിൻ പുറത്തെ രീതികൾ അറിയാത്തതുപോലെ പാർവതിക്ക് ഞാൻ സാരി വാങ്ങിക്കൊടുക്കാം. അപ്പോ അവളുടെ അച്ഛനും അമ്മയും നാട്ടുകാരൊക്കെ ഓടി വന്ന് ഞങ്ങളുടെ വിശ്വാസപ്രകാരം ഇവളിപ്പോ നിന്റെ ഭാര്യയാണെന്ന് പറയും. അപ്പോ ഞാനൊന്നും അറിയാത്ത പോലെ. ആണോ? അയ്യോ, എനിക്കറിയില്ലായിരുന്നു, പറ്റിപ്പോയതാ, പ്രശ്നമാക്കണ്ട, ഞാൻ ശരിക്കും പാർവതിയെ കല്യാണം കഴിച്ചോളാന്ന് പറയാം. ഓ ഗോഡ്, പണി പാളിയോ? അതുകൊണ്ട് രണ്ട് ഗുണങ്ങളുണ്ട്. പാർവതിയെ കല്യാണം കഴിപ്പിച്ചു തരുമെന്ന് ചോദിച്ച് അങ്കിളുടെ പുറകെ നടക്കണ്ട. പാർവതിയുടെ നാട്ടുകാരെ പിടിച്ച് കെട്ടിച്ചാന്നും പറഞ്ഞ് മമ്മിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കുകയും ചെയ്യാം. നല്ല ഐഡിയ അല്ലേ മുക്ത? ഞാൻ ആ വഴിക്ക് നീങ്ങട്ടെ? ഞാൻ പറഞ്ഞത് കൈലാഷ് സീരിയസ് ആയിട്ട് എടുത്തോ? ചില നാട്ടിൻപുറങ്ങളിൽ അങ്ങനെയാണെന്നാ ഞാൻ പറഞ്ഞത്. ഇവിടെയും അങ്ങനെയാണെന്നല്ല. അതും പണ്ട് കാലത്തെ കാര്യങ്ങളാ ഞാൻ പറഞ്ഞത്. ഏതെങ്കിലും നാട്ടില് അതെപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊന്നും എനിക്കറിയില്ല. ആ സിസ്റ്റം തന്നെ മതിയായിരുന്നു. ഇപ്പോ കാര്യങ്ങൾ എളുപ്പമായേനെ. സാരമില്ല, ഉത്സവം കഴിയുന്നതിന് മുമ്പ് അങ്കിളിനോട് സംസാരിച്ച് ഞങ്ങളുടെ കല്യാണ കാര്യത്തിൽ ഞാനൊരു തീരുമാനം ഉണ്ടാക്കും. കൈലാഷ്, എന്താ മുക്ത? കൈലാഷ്, അങ്കിളിനോട് ഈ സമയത്ത് നിങ്ങളുടെ കല്യാണക്കാരൻ പറയുന്നത് ശരിയാണെന്ന് കൈലാഷിന് തോന്നുന്നുണ്ടോ? മനസ്സിൽ വെച്ച് നടക്കുന്നതിന് പകരം ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുന്നതല്ലേ നല്ലത്. അതില് ശരിക്കടായിട്ട് എന്താ ഉള്ളത്? കൈലാഷിന്റെ ഭാഗത്ത് നോക്കുമ്പോ കൈലാഷ് ചെയ്യുന്നതാണ് ശരി. പക്ഷേ അങ്കിളുടെ ഭാഗത്തുനിന്ന് കൈലാഷ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പോ ഞാൻ ഉദ്ദേശിച്ച ശരിയേട് കൈലാഷിന് മനസ്സിലാവും. എന്താ നീ കണ്ട കുഴപ്പം? അത് പറയും. പാർവതി എന്തിനാ ഇവിടെ വന്നത്? ഉത്സവത്തിൽ പങ്കെടുക്കാൻ. ഉത്സവത്തിൽ പങ്കെടുക്കണമെന്ന് പറഞ്ഞാ ക്ലിയറായി പറ. നേർച്ചയും വഴിപാടുകളും നടത്താൻ. ആണല്ലോ. അവൾ എന്തിനാ നേർച്ചയും വഴിപാടും നടത്തുന്നത്? ചേച്ചിയുടെ കല്യാണം നടക്കാനല്ലേ? ചേച്ചിയുടെ കല്യാണം എന്ന ചിന്ത മാത്രമേ അവളുടെ മനസ്സിലുള്ളൂ. അവളുടെ വീട്ടുകാരുടെ മനസ്സിലും ആ ഒരു ചിന്ത മാത്രമേ ഇപ്പോ ഉള്ളൂ. മൂത്ത മകളുടെ കല്യാണം നടക്കാത്തതിന്റെ സങ്കടത്തിൽ അവര് പ്രാർത്ഥനയും വഴിപാടുകളും ഒക്കെ ആയിട്ട് കഴിയുമ്പോ ഇളയ മകളെ എനിക്ക് കല്യാണം കഴിപ്പിച്ചു തരണോന്ന് കൈലാഷ് അവരോട് പറയുന്നതിൽ ഒരു ശരികേടില്ലേ? പാർവതിയുടെ അച്ഛന് മാത്രമല്ല, ആ കുടുംബത്തിന് മുഴുവൻ അത് വലിയ വിഷമം ഉണ്ടാക്കും. അവരുടെ സന്തോഷത്തിൽ പങ്കെടുക്കാൻ വന്നിട്ട് അവരെ സങ്കടപ്പെടുത്തുന്നത് ശരിയാണോ കൈലാഷ്? കൈലാഷ് തന്നെ ആലോചിച്ച് നോക്ക്. കാര്യത്തിന്റെ ഒരു വശം മാത്രമേ മുക്ത ചിന്തിക്കുന്നുള്ളൂ. വേറൊരു ആംഗിളിൽ കൂടി മുക്ത ഒന്ന് ആലോചിച്ച് നോക്കിയേ. മൂത്ത മകളുടെ കല്യാണം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നടക്കുന്നില്ല. ഇളയ മകളും കല്യാണ പ്രായം തികഞ്ഞു നിൽക്കുക.
അവളുടെ കല്യാണവും നടക്കില്ല എന്നൊരു ആദ്യം ഉണ്ടാവും അങ്കിളിന്റെയും ആ വീട്ടിലുള്ള എല്ലാവരുടെയും മനസ്സിൽ. അപ്പോ പാർവതിയെ എനിക്കിഷ്ടമാണ്, കല്യാണം കഴിപ്പിച്ച് തരണമെന്ന് ഞാൻ പറയുമ്പോ അവര് വിഷമിക്കാണോ ചെയ്യാ അതോ സന്തോഷിക്കാണോ ചെയ്യാ? മുക്തൊന്ന് ആലോചിച്ച് നോക്ക്. അത് കൈലാഷ്. അങ്കിള് സമ്മതിക്കും. എനിക്ക് നല്ല വിശ്വാസമുണ്ട് മുക്ത. വടംവലി മത്സരത്തിൽ കഴിഞ്ഞ 5-6 കൊല്ലമായി അമ്പലം ടീം തന്നെയാണ് കപ്പ് കൊണ്ടുപോകുന്നത്, സമ്മതിച്ചു. പക്ഷെ നിങ്ങൾ മത്സരിച്ചത് ഞങ്ങളുടെ കൂടെ അല്ലല്ലോ. ഞങ്ങൾ ആദ്യമായാണ് ഇവിടെ മത്സരിക്കുന്നത്. ഇക്കുറി നിങ്ങൾ തോറ്റ് തൊപ്പിയിടും. രുദ്രപ്രതാപൻ നിങ്ങൾക്ക് തരുന്ന കാശേ വെറുതെ ആവും. ഇക്കൊല്ലമല്ല, ഒരു കൊല്ലവും ഈ അമ്പലം ടീമിനെ തോപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. വടംവലിയിൽ ഞങ്ങളെ തോപ്പിക്കാൻ നിങ്ങൾക്കെന്നല്ല ആർക്കും കഴിയില്ല. കാണാം. ഇക്കൊല്ലവും ഞങ്ങൾ കപ്പ് കൊണ്ടുവന്ന് നിങ്ങൾക്ക് കാണാം. കപ്പടിക്കാൻ വേണ്ടി തന്നെയാണ് രുദ്രൻ ചേട്ടൻ ഞങ്ങളെ ഇവിടെ ഇറക്കിയിരിക്കുന്നത്. രുദ്രൻ ചേട്ടന് കൊടുത്ത വാക്ക് ഞങ്ങൾ പാലിച്ചിരിക്കും. സ്വപ്നം കാണാൻ കാശ് ചെലവില്ലല്ലോ, കണ്ടോ? പക്ഷെ കപ്പ് കിട്ടില്ല. വെറുതെ സംസാരിക്കണ്ട, വാടാ. എന്താടാ, എന്തോ അമ്മര് പറഞ്ഞേ? ഇത്തവണ കപ്പ് അവർ കൊണ്ടുപോകുന്നു. ഇതുവരെ ഒരു മത്സരത്തിലും അവർ തോറ്റിട്ടില്ലല്ലോ. അതിന്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട് അവർക്ക്. ജയിക്കാൻ കഴിയുന്ന കോൺഫിഡൻസ് നിങ്ങൾക്കില്ലേ? ജയിക്കാൻ കഴിയും രുദ്രൻ ചേട്ടാ. അമ്പലം ടീമിനെ ഞങ്ങൾ പുഷ്പം പോലെ തോപ്പിക്കും. രുദ്രൻ ചേട്ടാ കണ്ടോ? അമ്പലം ടീമിനെ തോൽപ്പിക്കോ അത്രേ? നിങ്ങൾക്കേ ഉണ്ട കഴിയും. എടാ, വടംവലിയിൽ അമ്പലം ടീമിനെ തോൽപ്പിക്കാൻ 10-15 കിലോമീറ്റർ ചുറ്റളവിൽ ഒറ്റ ടീമുമില്ല. രാജുവും ഗോപിയും ടീമിലുള്ള കാലത്തോളം അമ്പലം ടീമിനെ മുട്ടുകുത്തിക്കാൻ ആർക്കും കഴിയില്ല. പക്ഷേ ഈ മത്സരത്തിൽ നമ്മൾ ജയിച്ചേ പറ്റൂ. അതിന്റെ പ്രസ്റ്റേജിന്റെ പ്രശ്നം. മുതലാളി, നേരാവണ്ണം വടം വലിച്ചാൽ നമ്മൾ ജയിക്കണമെന്നറിയാലോ. എന്തെങ്കിലും തരികട കാണിച്ചേ പറ്റൂ. എന്നാ നിങ്ങൾ പൊയ്ക്കോ. വേണ്ട എന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം. ശരി ചേട്ടാ. എടാ ഉണ്ണി, അവള് പാറുവിന്റെ കൂടെ വന്നേയല്ലേ? ആ അതെ. അവള് എന്നെ തന്നെയാ നോക്കുന്നേ. മുതലാളി, നമ്മളന്ന് പാറു ജോലി ചെയ്യുന്ന കമ്പനി പോയില്ലേ? അന്ന് ഈ പെണ്ണ നമ്മളോട് ബിസിനസ് സംസാരിച്ചത്. ആ ശരിയാ. കണ്ടപ്പോ തന്നെ എനിക്ക് നല്ല മുഖപരിചയം തോന്നി. ഇപ്പോഴാളെ പിടികിട്ടിയത്.